സീതാസ്വയംവരം. സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്വികളായ 2 യുവകോമളന്മാരൊത്ത് എത്തിച്ചേർന്ന വിശ്വാമിത്ര മഹർഷിയെ ജനകരാജർഷി യഥാവിധി പൂജിച്ചു. രാജപുരോഹിതൻ ശതാനന്ദനും ഒപ്പം ഉണ്ടായിരുന്നു. ശതാനന്ദൻ ഗൗതമതാപസൻ്റെയും അഹല്യയുടെയും സീമന്തപുത്രനാണ്. ശ്രീരാമൻ്റെ പാദസ്പർശത്താൽ തൻ്റെ അമ്മ അഹല്യ പാപമോചിതയായി പിതാവിനോടൊപ്പം ചേർന്നു എന്ന സന്തോഷകരമായ വാർത്തയറിഞ്ഞ് ശതാനന്ദൻ വളരെ ആഹ്ലാദിച്ചു. തന്നോടൊപ്പം എത്തിയിരിക്കുന്ന കാമസമാനരായ രാജകുമാരന്മാർ അയോധ്യയിലെ ദശരഥ രാജാവിൻ്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണെന്ന് മഹർഷി അറിയിച്ചു. രഘുനന്ദനന്മാരെ കണ്ട ജനകന് വലിയ ആനന്ദമുണ്ടായി. വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞു, ശ്രീരാമചന്ദ്രന് പാരമേശ്വര ചാപം കാണുന്നതിന് ആഗ്രഹമുണ്ട്. ജനകൻ സന്തുഷ്ടനായി. താൻ സൂക്ഷിക്കുന്ന ചാപത്തെപ്പറ്റിയുള്ള സങ്കല്പം അദ്ദേഹം അറിയിച്ചു. ജനകൻ്റെ യജ്ഞവേദിയിലെ സീതയിൽ നിന്ന് ജനകന് ഒരു കന്യകാരത്നത്തെ ലഭിച്ചിട്ടുണ്ട്. അനുപമ ഗുണശാലിനിയും സർവാംഗ സുന്ദരിയുമാണ് തൻ്റെ മകൾ സീത. സീതയിൽ നിന്ന് അഥവാ ഉഴവുചാലിൽ നിന്ന് കിട്ടിയതിനാലാണ് സീത എന്നു പേരിട്ടിരിക്കുന്നത്. രൂപശൗശല്യാദികൾ തികഞ്ഞ സീതയെ രാജർഷി വീരശുൽക്കയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്രമാത്രം അമൂല്യമായൊരു സതീരത്നമാണ് സീത. കന്യകയ്ക്ക് വരൻ ധനം കൊടുക്കുന്നതിന് പകരം താൻ വീര്യവാനാണെന്ന് തെളിയിച്ചാൽ മതി എന്നു വയ്ക്കുന്നതാണ് വീര്യശുൽക്കം. ജനകൻ്റെ പള്ളിവില്ല് പാരമേശ്വരചാപം കുലയ്ക്കുന്ന വീരനു മാത്രമേ സീതയെ പാണിഗ്രഹണം ചെയ്യാൻ അർഹതയുള്ളൂ. പ്രസിദ്ധന്മാരായ അനേകം രാജാക്കന്മാർ പന്തയത്തിൽ പങ്കെടുത്ത് പരാജിതരായിരിക്കുന്നു. അവരിൽ ചിലർ ജനകനോട് യുദ്ധത്തിനും ഒരുമ്പെട്ടു. വിശ്വാമിത്രൻ്റെ ആവശ്യം അംഗീകരിച്ച് ജനക മഹാരാജാവ് ചാപം എടുത്തുകൊണ്ടുവരുന്നതിന് അനേകം ശക്തന്മാരെ നിയോഗിച്ചു. 8 ചക്രത്തോടു കൂടിയ ഇരുമ്പ് പെട്ടിയിലാണ് ദിവ്യചാപം സൂക്ഷിച്ചിരിക്കുന്നത്. ആ വലിയ ഇരുമ്പ് പെട്ടി അവർ ആയാസപ്പെട്ട് വലിച്ച് രാജസദസ്സിൽ എത്തിച്ചു. ബ്രഹ്മർഷി വിശ്വാമിത്രൻ്റെ അനുമതിക്കായി രാമൻ അദ്ദേഹത്തെ നോക്കി. ഗുരുവിൻ്റെ മുഖം പ്രസാദപൂർണം. ശ്രീരാമൻ ആ ദിവ്യചാപത്തെ നന്നായൊന്നു നോക്കി. തുടർന്ന് കുട്ടിക്കളി പോലെ വില്ലിൻ്റെ മധ്യത്തിൽ ഇടം കൈ ചേർത്ത് ചാപം കയ്യിലെടുത്തു. ആയിരക്കണക്കിന് ആളുകൾ നിർനിമേഷരായി നിൽക്കെ നിമിഷങ്ങൾക്കകം 8 ദിക്കിലും പൊട്ടുമാറ് ഉച്ചത്തിൽ ഗംഭീരമായ മുഴക്കത്തോടെ ചാപം മുറിഞ്ഞു. ഭൂമിയുടെ മാറു പിളർത്താനെന്ന പോലെ പതിച്ച ഇടിയൊച്ച അവിടെ കൂടി നിന്നവരുടെ ചെവി അടച്ചതുപോലെ. ചിലർ അഹങ്കാരനാദം കേട്ട് മോഹാലസ്യപ്പെട്ടു. രാജസദസ്സിലെ ഇരിപ്പിടങ്ങൾ ഒന്നാകെ ചലിച്ചു. ശ്രീരാമചന്ദ്രൻ പാരമേശ്വര ചാപം മുറിച്ചിരിക്കുന്നു. വീരശുൽക്കയായ തൻ്റെ ഓമനപുത്രിയെ പാണിഗ്രഹണം ചെയ്യാൻ യോഗ്യത നേടിയിരിക്കുന്നത് കാകുൽസ്ഥനായ ദാശരഥി രാമനാണ്. ജനകരാജർഷി ആഹ്ലാദിച്ചു. വിശ്വാമിത്രൻ ആത്മഹർഷം പൂണ്ടു നിന്നു. അച്ഛൻ്റെ അനുവാദവും അനുഗ്രഹവും നേടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വേണം വിവാഹം നടത്തേണ്ടത് എന്ന് രാമൻ അഭിപ്രായപ്പെട്ടു. ആ നല്ല തീരുമാനം കേട്ട രാജർഷി ജനകൻ സന്തോഷവർത്തമാനം ദശരഥനെ അറിയിക്കാനും അദ്ദേഹത്തെ മിഥിലാപുരിയിലേക്ക് ക്ഷണിക്കാനുമായി എത്രയും യോഗ്യന്മാരായ ദൂതന്മാരെ അയോധ്യയിലേക്ക് അയച്ചു. ജനക മഹാരാജാവിൻ്റെ സന്ദേശം ലഭിച്ച ദശരഥൻ അത്യാനന്ദത്തോടെ മിഥിലയിലെ ദൂതന്മാരെ വഴിപോലെ സൽക്കരിച്ച് തൃപ്തരാക്കി. പിറ്റേന്ന് രത്നപൂർണങ്ങളായ ഭണ്ഡാരങ്ങൾ എടുപ്പിച്ച് ചതുരംഗസേനയോടൊപ്പം കുലഗുരു വസിഷ്ഠനെ മുൻനിർത്തി ഋഷീശ്വരന്മാരെയും സുമന്ത്രരെയും കൂട്ടി മറ്റു മന്ത്രിസത്തമന്മാരുമായി ദശരഥൻ മിഥിലാപുരിയിലേക്ക് യാത്രയായി. ഒപ്പം ഭരതശത്രുഘ്നന്മാരും അച്ഛനോടുകൂടി പുറപ്പെട്ടിരുന്നു. വിദേഹരാജ്യത്ത് എത്തിച്ചേർന്ന അയോധ്യാധിപതിയെയും പുത്രന്മാരെയും മറ്റുള്ളവരെയും പൂർവോക്തിപ്രകാരം പൂജിച്ച് ജനകൻ സ്വീകരിച്ചു. വിദേഹരാജ്യത്ത് അത്യാഡംബരത്തോടെ സ്വയംവരാഘോഷം തുടങ്ങി. യജ്ഞപരിസമാപ്തിക്ക് ശേഷം വിവാഹം. ജനകപുത്രിമാരാണ് സീതയും ഊർമിളയും. ജനകൻ്റെ അനുജൻ സംകാശ്യപുരത്തെ രാജാവായ കുശധ്വജനുമുണ്ട് വിവാഹപ്രായമെത്തിയ 2 പുത്രിമാർ.
ശ്രുതകീർത്തിയും മാണ്ഡവിയും. സീത ശ്രീരാമചന്ദ്രന് വീരശുൽക്കയായി ലഭിച്ച വധു. ഊർമിളയെ ലക്ഷ്മണന്, ഭരതന് മാണ്ഡവി, ശത്രുഘ്നന് ശ്രുതകീർത്തി. ഇങ്ങനെ ദശപുത്രന്മാർ 4 പേരുടെയും വിവാഹം തീരുമാനിച്ചു. ബാലന്മാരെ കൊണ്ട് ആചാരപൂർവമായി ഗോദാനവും പിതൃക്രിയാദികളും കഴിപ്പിച്ചു. അന്ന് മകം നക്ഷത്രമായിരുന്നു. 3-ാം നാൾ ഉത്രം. അന്നാണ് വിവാഹമംഗളകർമ്മം. കല്യാണക്കോപ്പുകളും വിവാഹക്കോപ്പുകളും അണിഞ്ഞ പുത്രന്മാരോടുകൂടി ദശരഥൻ യജ്ഞകവാടത്തിലെത്തി ജനകനെ കാത്തുനിന്നു. ജനകനാണല്ലോ കന്യകന്മാരുടെ ദാതാവ്. ആ സമയം വിജയം എന്ന മുഹൂർത്തമായിരുന്നു. മന്ത്രപുരസ്സരം അഗ്നി ജ്വലിപ്പിച്ച് വസിഷ്ഠ ബ്രഹ്മർഷി ഹോമം ആരംഭിച്ചു. അല്പം മഞ്ഞ നിറമുള്ളതും ഹംസാങ്കിതവുമായ പട്ടുടുത്ത് അരുണവർണമായ ഉത്തരീയം ധരിച്ച് ആഭരണങ്ങളെ കൊണ്ട് സർവ്വ അവയവങ്ങളെയും അതിസുന്ദരമാക്കി സീത വൈകുണ്ഠപതിയുടെ മാറിടത്തു ശോഭിക്കുന്ന താമരപ്പൂവില്ലാതെ അവതരിച്ച മഹാലക്ഷ്മി എന്ന പോലെ വേദിയിൽ സന്നിഹിതയായി. ഉത്തമങ്ങളായ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ജാനകി സീതയെ അഗ്നിയുടെ സമീപം രാമചന്ദ്രൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി. എൻ്റെ ഓമനപുത്രി സീതയെ അങ്ങയുടെ സഹധർമ്മചാരിണിയായി പാണിഗ്രഹണം ചെയ്തു സ്വീകരിക്കണം. മഹാഭാഗ്യവതിയായ ഈ പതിവ്രതാരത്നം അങ്ങയെ നിഴൽ പോലെ പിന്തുടരും, ജനകൻ അറിയിച്ചു. വധൂപിതാവ് രാമന് മന്ത്രപൂരിതമായ ജലം നൽകിയപ്പോൾ ദേവന്മാരും ഋഷിമാരും ഏകസ്വരത്തിൽ മംഗളം നേർന്നു. ദേവദുന്ദുഭി മുഴങ്ങി നറുമലരുകൾ തുരുതുരെ വർഷിച്ചു. ദശരഥൻ്റെ അനുമതിയോടെ ലക്ഷ്മണൻ ഊർമിളയെ, ഭരതൻ മാണ്ഡവിയെ, ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ പാണിഗ്രഹണം ചെയ്തു. വധൂവരന്മാർ അഗ്നിയെ വലം വയ്ക്കുമ്പോൾ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. ദിവ്യവാദ്യങ്ങൾ, പാശ്ചാത്തല മംഗളവാദ്യഘോഷം, അപ്സരസ്സുകളുടെ നൃത്തം, ഗന്ധർവഗായകരുടെ മധുരിത ഗാനം, വിവാഹ മഹോത്സവം അത്യത്ഭുതകരമായി. വിവാഹാനന്തരം ദശരഥപുത്രന്മാർ പത്നിമാരോടൊപ്പം പിതാവ് വിശ്രമിക്കുന്ന കൊട്ടാരത്തിലേക്കു പോയി. ജനക മഹാരാജാവ് ഓരോരുത്തർക്കും പ്രത്യേക വസതികൾ ഒരുക്കിയിരുന്നു. വിവാഹപ്പിറ്റെന്ന് വിശ്വാമിത്രൻ്റെയും ജനകരാജർഷിയുടെയും അനുഗ്രഹാശിസുകൾ നേടി അവരുടെ അനുവാദത്തോടെ വിവാഹഘോഷയാത്ര അയോധ്യയിലേക്ക് തിരിച്ചു. വിശ്വാമിത്രൻ കൃതാർത്ഥനായി ഹിമാലയത്തിലേക്കും മടങ്ങി. ജനക മഹാരാജാവ് പുത്രിമാർക്ക് നൽകിയ സ്ത്രീധനം ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. സംഘം ചതുരംഗ സൈന്യത്തോടെ യാത്ര തുടർന്നു. മാർഗമധ്യേ പലതരം ദുശകുനങ്ങൾ കണ്ടു പരിഭ്രാന്തനായ ദശരഥൻ വസിഷ്ഠനോട് തൻ്റെ ആപത്ശങ്ക അറിയിച്ചു. ബ്രഹ്മർഷി പറഞ്ഞു, ശകുനങ്ങൾ സൂചിപ്പിക്കുന്നത് പറയാം. ആദ്യം ഒട്ടൊരു വൈഷമ്യം ഉണ്ടായാലും മേലിൽ അത് ശുഭമായി പരിണമിക്കും. പറഞ്ഞു തീർന്നില്ല. അതാ ഒരു ജടാധാരി കാലാഗ്നിക്കു തുല്യനായി അതിഭീഷണ രൂപത്തിൽ ക്രോധമൂർത്തിയായി മുന്നിൽ. ചുമലിൽ ചാച്ചുവെച്ചു പരശു, കൈയിൽ ഘോരചാപം. വിവാഹസംഘം സംഭീതരായി. ത്രിപുരാന്തകനായ രുദ്രനെ പോലെ നിൽക്കുന്ന ക്ഷത്രിയ ഹന്താവായ പരശുരാമനാണ്. വസിഷ്ഠ ബ്രഹ്മർഷി പറഞ്ഞു, കാർത്യ വീരാർജുനനോടുള്ള ഒടുങ്ങാത്ത പകയാൽ 37 വട്ടം ക്ഷത്രിയഹത്യ നടത്തി താൻ നേടിയ ഭൂമി കശ്യപനു ദാനം ചെയ്ത് മാഹേന്ദ്രഗിരിയിൽ തപസ്സനുഷ്ഠിക്കുന്ന ക്ഷത്രിയഹാന്താവിൻ്റെ വരവ് എന്തിനാകാം? വസിഷ്ഠൻ പറഞ്ഞു, ക്ഷത്രിയരക്തം കൊണ്ട് കുളങ്ങൾ തീർത്ത് മതി വന്ന് പരശുരാമൻ ഇനി ക്ഷത്രിയഹത്യ നടത്തുകയില്ല. ദശരഥൻ സംഭ്രമത്തോടെ അർഘ്യവും പാദ്യവും എടുത്ത് പരശുരാമനെ പൂജിച്ചു. പൂജ സ്വീകരിച്ചുവെങ്കിലും മഹർഷിയുടെ കോപം അടങ്ങിയില്ല. അദ്ദേഹം ശ്രീരാമനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു വില്ല് മുറിച്ചു എന്ന കഥ കേട്ടു. അത് പാരമീശ്വര ചാപം. ഇതാ ജമദഗ്നിസുതനായ എൻ്റെ കയ്യിലുള്ള വൈഷ്ണവ ചാപം മുറിച്ച് കൈക്കരുത്ത് കാണിക്ക്. ദ്വന്ദ്വയുദ്ധവും ആകാം. നീ തോറ്റാൽ എന്നോട് യുദ്ധത്തിനു തയ്യാറാകണം. സംഭീതനായ ദശരഥൻ മഹർഷിയോട് വളരെ
ഒക്കെ പറഞ്ഞു നോക്കി, അപേക്ഷിച്ചു. അതൊന്നും ശ്രദ്ധിക്കാതെ പരശുരാമൻ ശ്രീരാമനോട് പറഞ്ഞു, ഈ പള്ളിവില്ല് കുലച്ച് അസ്ത്രം തൊടുക്കുക. നിനക്ക് അത് സാധിച്ചാൽ ശൈവ വൈഷ്ണവ ചാപങ്ങൾ രണ്ടും നിനക്ക് സ്വന്തം. വൈഷ്ണവ ചാപം കുലയേറ്റിക്കൊണ്ട് രാമൻ പറഞ്ഞു, തൻ്റെ ഗുരുവായ വിശ്വാമിത്രൻ്റെ വംശജനാകയാൽ ഭാർഗവരാമൻ തനിക്ക് ആദരണീയനാണ്. അതുകൊണ്ട് പരശുരാമനെ വധിക്കുന്നതിന് ബാണമെയ്യാൻ വയ്യ. എന്നാൽ പരശുരാമൻ തപോബലത്താൽ ആർജിച്ച പുണ്യലോകത്തെയോ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക സഞ്ചാരത്തെയോ വൈഷ്ണവചാപം നശിപ്പിക്കും. അദൃശ്യമായ രാമബാണം അത് പാഴാവുകയില്ല. ഇതു പറഞ്ഞ മാത്രയിൽ തന്നെ ലോകങ്ങളെ മുഴുവൻ സ്തബ്ധമാക്കി കൊണ്ട് വില്ല് ഖണ്ഡിച്ച് അജയ്യനായി ദാശരഥി രാമൻ നിന്നു. നിർവീര്യനായി ഭൃഗുരാമനും. പരശുരാമൻ ശ്രീരാമൻ്റെ മുന്നിൽ വിനീതനായി പറഞ്ഞു, താൻ തപസ്സുകൊണ്ട് നേടിയ അമേയങ്ങളായ പുണ്യങ്ങളെല്ലാം ശ്രീരാമൻ്റെ ശരത്തിന് ലക്ഷ്യമായി കൊള്ളട്ടെ. 3 ലോകങ്ങളുടെ നാഥനായ രഘുരാമനോട് പരാജയപ്പെട്ടതിൽ ഒട്ടും ലജ്ജയില്ല. ശാന്തനായ ഭാർഗവരാമൻ പറഞ്ഞു, കശ്യപൻ്റെ ആജ്ഞയാൽ തനിക്ക് രാത്രിയിൽ ഭൂവാസം പാടില്ല. അതുകൊണ്ട് മാഹേന്ദ്രഗിരിയിലേക്ക് പോകാൻ ശ്രീരാമൻ അനുവദിക്കണം. രഘുനന്ദനൻ്റെ കിടയറ്റ ബാണം താൻ ആർജിച്ച ലോകങ്ങൾ മുഴുവൻ നശിപ്പിച്ചത് അറിഞ്ഞ ഋഷി തപസ്സിനായി അപ്പോൾ തന്നെ മാഹേന്ദ്രഗിരിയിലേക്ക് പോയി. 10 ദിക്കിലും നിറഞ്ഞ ഇരുട്ട് അകന്നു. എങ്ങും ദേവസ്തുതികൾ മുഴങ്ങി. ആ സ്തുതിവചനങ്ങൾ കേട്ടുകൊണ്ട് ലാഘവചിത്തരായി സംഘം യാത്ര തുടർന്നു. ദശരഥ മഹാരാജാവ് അങ്ങേയറ്റം സംപ്രീതനായി പുത്രനെ അനുഗ്രഹിച്ചു. വിവാഹസംഘം അയോധ്യയിലെത്തി. അയോധ്യ എത്രയും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഉന്നതമായ കൊടിമരങ്ങളിൽ പാറിക്കളിക്കുന്ന പുത്തൻ കൊടികൂറകൾ, അടിച്ചു തളിച്ച് വൃത്തിയാക്കിയ രാജവീഥികൾ നറും പൂക്കളായി അലങ്കൃതം. മംഗളവാദ്യങ്ങളുടെ ഘോഷധ്വനി. അയോധ്യാവാസികൾ ഉത്സവലഹരിയിൽ. കൈലാസതുല്യമായ തൻ്റെ അരമനയിലേക്ക് പുത്രരും പുത്രവധുക്കളും സമേതം ദശരഥൻ പ്രവേശിച്ചു. കൗസല്യയും സുമിത്രയും കൈകേയിയും വെള്ളപ്പട്ടുചേലകളുടുത്ത് പുത്രിമാരെ എതിരേറ്റു. അവർ ആ മനോഹരാംഗികളെ ദേവാലയങ്ങളിലേക്കും സംപൂജ്യരായ ഗുരുജനങ്ങളുടെ അരികിലേക്കും കൂട്ടിക്കൊണ്ടുപോയി പൂജയും അഭിവാദ്യവും കഴിപ്പിച്ചു. അവധിയില്ലാത്ത ദാനധർമ്മങ്ങളാണ് അമ്മമാർ പുത്രിമാരെ കൊണ്ട് നിർവഹിച്ചത്. തുടർന്ന് അവരവർക്കായി പ്രത്യേകം സജ്ജീകരിച്ച വസതികളിൽ ഭർത്താക്കന്മാരോടൊപ്പം നിവസിക്കാൻ അയച്ചു. അങ്ങനെ 12 വർഷങ്ങൾ കടന്നുപോയി. ഒരു നാൾ ദശരഥൻ ഭരതകുമാരനെ അരികിൽ വിളിച്ചു പറഞ്ഞു, മകനെ, വിവാഹോഷവേളയിൽ നിന്റെ അമ്മാവൻ യുധാജിത്ത് ഇവിടെ കുറച്ചുനാൾ താമസിച്ചിരുന്നുവല്ലോ. അദ്ദേഹം നിന്നെ മാതൃരാജ്യത്തേക്ക് അയക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. വിദേഹരാജ്യത്ത് വെച്ചും ഈ ആവശ്യം യുധാജിത്ത് അറിയിച്ചിരുന്നു. ആ അപേക്ഷ സ്വീകരിച്ച് നീ നിന്റെ അമ്മയുടെ രാജ്യമായ കേകേയത്തിൽ പോയി മുത്തച്ഛൻ അശ്വപതിയെയും അമ്മാവൻ യുധാജിത്തിനെയും സന്തുഷ്ടരാക്കണം. പിതാവിൻ്റെ നിർദ്ദേശം കേട്ട ഭരതൻ അനുജൻ ശത്രുഘ്നനോടൊപ്പം അച്ഛനെയും അമ്മമാരെയും ഗുരുജനങ്ങളെയും വന്ദിച്ച് അവരുടെ അനുമതിയോടുകൂടി കേകേയത്തിലേക്ക് യാത്രയായി. പരസ്പര ഗുണാന്വിതരായ സീതയും ശ്രീരാമനും ലക്ഷ്മണനും ഊർമിളയും ഗുരുജനങ്ങളെ സംതൃപ്തരാക്കി അത്യധികം സന്തോഷത്തോടെ വാണു.